ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സൺ വ്ലോഗിൻ്റെ കുഞ്ഞ് വിശേഷം നിങ്ങൾക്കണം. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വൈകിട്ട് നല്ല മഴയാണ് കേട്ടോ. മഴ വരുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സുഖമാണ്. ഇപ്പോൾ നല്ല മഴയാണ് ഇവിടെ. നിങ്ങളുടെ നാട്ടിലൊക്കെയോ? അപ്പോൾ ന്യൂസിലെല്ലാം കണ്ടിട്ടുണ്ട്, നല്ല മഴയാണെന്ന് കണ്ടിട്ടുണ്ട് ന്യൂസിലെല്ലാം. അപ്പോൾ ഇന്ന് മുതൽ നല്ല മഴ വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് നല്ല തണുപ്പും ചൂടൊക്കെ മാറിക്കിട്ടി. എനിക്ക് മഴ നല്ല ഇഷ്ടമാണ് കേട്ടോ. മഴ വന്നു കഴിഞ്ഞാൽ ചെറുപ്പം മുതലേ ഞങ്ങൾക്ക് മഴ നല്ല ഇഷ്ടമാണ്. സ്കൂളിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ വെള്ളത്തിലൊക്കെ നമ്മൾ നടന്നിട്ട് പോകുമ്പോൾ എന്തോ രസം, അതിപ്പോൾ നമ്മൾ ഓർക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് മഴ നല്ല ആസ്വദിച്ച് കാണാം. പ്രവാസികൾക്കെല്ലാം ഇപ്പോൾ മഴ കാണുമ്പോൾ അവർക്ക് മനസ്സിലൊക്കെ നല്ല ഞങ്ങൾ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നും. മഴ എന്ന് പറയുന്നത് നല്ല സുഖമാണ്. നിങ്ങൾ മഴയൊക്കെ കാണാം. ഇതിൻ്റെ ഇടയിൽ ഇത് ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു, അതിലേക്ക് തക്കാളി, നീരുള്ളി, പിന്നെ കുറച്ച് മസാലകൾ ഇട്ടിട്ട് കുറച്ച് വേവിച്ചെടുത്തിട്ടായിട്ട് ബ്രെഡിലേക്ക് നമ്മൾ ഇട്ടിട്ട് നല്ലതുപോലെ സാൻഡ്വിച്ച് പോലെ എണ്ണയിൽ തിരിച്ച് മറിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് വെന്ത് കിട്ടട്ടെ. അതിനുശേഷം നിങ്ങൾക്ക് അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അത് കുറച്ച് വേവാൻ കുറച്ച് ടൈമുണ്ട്. ഓക്കെ, ഇത് ഞാൻ നല്ലോണം വേവിച്ചെടുത്തിട്ട് ഇതിനെ നമ്മൾ നല്ല കയ്യിൽ കൊണ്ട് നല്ല ഉടച്ചെടുത്ത് അന്നേരം അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് വെന്തതെല്ലാം നല്ല ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ ബ്രെഡിൻ്റെ 2 ബ്രെഡ് എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഇനി നോക്കാം. ഇങ്ങനെ നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ ഇതിനെ ഇതുപോലെ കുറച്ചിട്ട് കൊടുക്കുക. നിങ്ങൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് ഇങ്ങനെ ആയിരിക്കില്ല. ഞാൻ സാൻഡ്വിച്ച് എന്ന് പറയുന്നത് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോളൂ, നല്ല രസമാണ്. ഞാനിപ്പോൾ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനൊന്നും ഇതേപോലെ ഫില്ല് ചെയ്യാം. ഇതുപോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇതാക്കി കേട്ടോ. ഇത് ഞാൻ തവ വെച്ചിട്ട് തവ ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് അതിലേക്ക് സിമ്മിലാണ് നമ്മൾ അത് ഗ്യാസ് വെക്കേണ്ടത്. എന്നിട്ട് കുറച്ച് അടിഭാഗം കുറച്ചൊരു ചുവപ്പ് നിറം ആവുന്നത് വരെ വെക്കുക. നമ്മൾ നോക്കണം കേട്ടോ, കയ്യിലിട്ട് നമ്മൾ നോക്കണം അത് ചുവപ്പ് നിറമായാന്ന്. എന്നിട്ട് അതിനെ ഇതുപോലെ തന്നെ തിരിച്ചിട്ടതിന് ശേഷം അതുപോലെ തന്നെ ഇപ്പോൾ ചുവപ്പ് നിറമായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ ഒടിച്ച് കൊടുക്കണം കേട്ടോ, ഇങ്ങനെ അമർത്തി പ്രസ്സാക്കി കൊടുക്കണം. അത് ഒട്ടി പിടിക്കാൻ വേണ്ടിയിട്ടാണ് പ്രസ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ.
നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഉരുളക്കിഴങ്ങ് മാത്രമായി ഇതിലേക്ക് നിങ്ങൾ എഗ്ഗ് പിന്നെ അതുപോലെ തന്നെ എങ്ങനെ എന്തെല്ലാം ഇങ്ങനെ പച്ചക്കറിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ഓക്കെ ബൈ, താങ്ക് യു.